ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പ്രതികൾ കുഴിയൊരുക്കിയെന്ന് പോലീസ്. കുഴിയെടുക്കാൻ വന്നപ്പോൾ കൊല്ലപ്പെട്ട സുഭദ്രയെ കണ്ടിരുന്നുവെന്ന് കുഴിയെടുക്കാനെത്തിയ മേസ്തിരി മൊഴി നൽകി. കൊല്ലപ്പെട്ട സുഭദ്രയും ശർമ്മളയും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്ന് പോലീസ് തിരയുന്ന മാത്യൂസിന്റെ കുടുംബം പറഞ്ഞു. കടം വാങ്ങിയ പണം ശർമ്മള തിരികെ നൽകാത്തതിനാൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും മാത്യൂസിന്റെ പിതാവ് ക്ലീറ്റസ്. അവർ കുറച്ച് പൈസയൊക്കെ കടം കൊടുക്കുകയും പലിശ കൊടുക്കുകയും അങ്ങനെയൊക്കെ അവർ മാതൃക്കന്മാരാരുമില്ല. അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു പെൺപിള്ളയായിരുന്നു. ഇവർ നേരത്തെ തന്നെ എൻ്റെ അടുക്കൽ നിന്ന് പൈസ ഇവരുടെ അടുക്കുന്ന പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ശർമ്മള കല്യാണത്തിന് മുൻപ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണുമ്പിള്ള ഇവിടെ വന്ന സമയത്ത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ആ ഇടക്ക് അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞ് അത് വന്നത് ഈ കാശിന് വേണ്ടിയിട്ടാണ്. അവർ 7,000 രൂപ ഇവർ ശർമ്മള മേടിച്ചിട്ടുണ്ട്. ആ കാശ് എനിക്ക് കിട്ടണം, കിട്ടിയെങ്കിലേ പോകാനൊക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നമുക്കത് നാണക്കേടല്ലേ. ഈ വീട്ടിലാണ് കാശിന് വന്നത്. അപ്പോൾ നാണക്കേടല്ലേ. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാനത് 2 ട്രിപ്പായിട്ട് ആദ്യം 3,500 കൊടുത്ത് പിന്നെ 3,500 രൂപ കൊടുത്ത് ഇവരെ ഒഴിവാക്കിയാണ് ചെയ്തത്. കാശ് കൈ കൊടുത്ത് ഇവരെ കൊണ്ട് എറണാകുളത്തേക്ക് വണ്ടി കയറ്റി വിടുകയാണ് ചെയ്തത്. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടങ്ങി. ഒളിവിലുള്ള മാത്യൂസിനും ശർമ്മളയ്ക്കുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മനീഷ് മഹിപാലും വിഷ്ണു സുരേഷുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ഇവർക്കായുള്ള തെരച്ചിലിന്റെ പുരോഗതി എന്താണ്? പോലീസ് നൽകുന്ന സൂചനകൾ എന്തൊക്കെ? വേണുബാലകൃഷ്ണൻ, ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നും ഒപ്പം തന്നെ കടവന്ത്രയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഉടുപ്പിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവർക്കായി വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിൽ നിന്നാണ് ഉടുപ്പിയിൽ ഈ ശർമ്മിള അവിടെ സ്വർണം പണയം വെച്ച വിവരം പോലീസിന് ബോധ്യപ്പെട്ടത്. പക്ഷേ ഇവരെ ഇപ്പോഴും പോലീസിൻ്റെ വലയത്തിലാക്കാൻ സാധിച്ചിട്ടില്ല, പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ സഹായിച്ചു എന്ന് കരുതപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ പോലീസ് ഇന്നും ഇന്നലെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഇവർക്ക് പ്രധാനമായും ഈ കുഴിയെടുക്കാൻ സഹായിച്ചയാൾക്ക് ഇത് കൊലപാതകത്തിന് വേണ്ടി മറവ് ചെയ്യാൻ വേണ്ടി എടുത്ത കുഴിയാണെന്ന് അറിയുകയില്ലായിരുന്നു. അയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ വെളിപ്പെടുത്തുന്നത് ഈ കഴിഞ്ഞ മാസം 7-ാം തീയതി കുഴിയെടുക്കാൻ വരുന്ന സമയത്തും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സുഭദ്ര അയാൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതിനുശേഷമായിരിക്കാം കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ രീതിയിൽ ഒരു 4-4.5 അടി താഴ്ചയിലാണ് കുഴിയെടുക്കാൻ അയാളോട് ആവശ്യപ്പെട്ടത്. ആദ്യം എടുത്തത് ഏകദേശം 3.5 അടി താഴ്ചയിലാണ്. പക്ഷേ അത് പോരാ, കുറച്ചുകൂടി ആഴം വേണമെന്ന് മാത്യൂസ് പറഞ്ഞതായിട്ടാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായി വരുന്ന പ്രതികരണം ഈ മാത്യൂസിന്റെ പിതാവ് ക്ലീറ്റസിന്റെ പ്രതികരണമാണ് പുതിയതായി വരുന്നത്. അതിൽ തന്നെ ഏറെക്കുറെ വ്യക്തമാണ്. ഈ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ശർമ്മിളയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ദുരൂഹമാണ്. ഇവർ വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ ഒരു അനാഥാലയത്തിൽ താമസിച്ചു വരികയായിരുന്നു. അവിടുത്തെ അന്തേവാസിയായിരുന്നു. പിന്നീട് 3 വർഷങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ കാട്ടൂർ സ്വദേശിയായ മാത്യൂസുമായി പ്രണയത്തിലാകുന്നത്. പിന്നീട് ഇവർ വിവാഹത്തിലേക്ക് എത്തുന്നു. അതിനൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിച്ച ആളാണ് സുഭദ്ര. അപ്പോൾ ഈ പറയുന്ന കൊലപാതകത്തിൽ എന്താണ് ശർമ്മിളയുടെ പങ്ക്? ശർമ്മിളയെ സംബന്ധിച്ചും വളരെ മോശം സ്വഭാവമാണെന്നാണ് അയൽക്കാർക്കും ഈ ക്ലീറ്റസിൻ്റെ വീട്ടുകാർക്കും ഒക്കെ തന്നെ പറയുന്നത്. ഇവരുടെ മോശം സ്വഭാവം കാരണം കല്യാണം കഴിഞ്ഞ് ഇവരുടെ കുടുംബ വീട്ടിൽ താമസിക്കുമ്പോൾ 3 മാസങ്ങൾ കഴിഞ്ഞ് ഈ മകനെയും ഒപ്പം തന്നെ മരുമകളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ഗതികേടുണ്ടായി. ആ രീതിയിലുള്ള വളരെ മോശമായ സ്വഭാവമാണ് ഇവർക്കുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ സുഭദ്രയും കൂടി ഈ മാത്യൂസിൻ്റെ കുടുംബ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ, ഈ ശർമ്മിളയും സുഭദ്രയും തമ്മിൽ ഒരുപാട് സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. പണം തിരിച്ചു നൽകാത്തതിൻ്റെ പേരിൽ കുടുംബ വീട്ടിലടക്കം വന്ന് ബഹളം വെച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻറ്റി എന്ന രീതിയിലാണ് അഭിസംബോധന ഈ സുഭദ്രയെ പറ്റി ചെയ്തിട്ടുള്ളത് എന്നടക്കമുള്ള വിവരങ്ങളാണ്, പുതിയ പ്രതികരണങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോലീസ് മറ്റൊരാളെ കൂടി ചോദ്യം ചെയ്ത് ഇന്നലെ വിട്ടയച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഇവരുടെ കൂടെ എപ്പോഴുമുള്ള മാത്യൂസിനെ ശർമ്മിളയുടെ കൂടെ എപ്പോഴും ഇവരുടെ കൂടെയുള്ള ഒരാളാണ്. അയാൾക്ക് ഈ കൊലപാതകത്തെ പറ്റിയുള്ള ഏതാനും ചില വിവരങ്ങൾ അറിയാമെന്നാണ് പോലീസ് കരുതിയിരുന്നത്. പക്ഷേ അയാളിൽ നിന്ന് എന്തൊക്കെ തരം വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു അവസരത്തിൽ നമുക്ക് പുറത്തേക്ക് അത്തരം വിവരങ്ങൾ വന്നിട്ടില്ല. അതുകൂടി നിർണായകമാണ്. പ്രതികളെ സംബന്ധിച്ച് പ്രതികൾ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടോ, 2 സ്ഥലത്താണെന്ന് സംശയം പോലീസുണ്ട്. കാരണം സംസ്ഥാനത്തിനകത്തും പുറത്തും ഇവർ സുഭദ്രയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. ഈ സ്വർണം പണയം വെച്ചത് പല സ്ഥലങ്ങളിലും ശർമ്മിള മാത്രമായിട്ടാണെന്നുള്ള തെളിവുകളും രേഖകളുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും ഒരുമിച്ചാണെന്ന് സംശയമുണ്ട്. ഒപ്പം തന്നെ പോലീസിനെ ഞെട്ടിക്കുന്ന വിവരം, കഴിഞ്ഞ മാസം അവസാനവും
ഇവർ ഇരുവരും ഈ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ പരിസരം കേന്ദ്രീകരിച്ച് ഇവർ രഹസ്യമായി വന്നു പോയിട്ടുണ്ടെന്ന വിവരം കൂടി പോലീസിനെ അലട്ടുന്നുണ്ട്. എന്താണെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസാണ്. ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാത്യൂസിനും ശർമ്മളയ്ക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിഷ്ണു സുരേഷും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. വിഷ്ണു, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു, എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? വേണു, അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വിശദമായൊരു പരിശോധന ഉണ്ടാകും. ഏകദേശം 1 മാസത്തോളം ഈ ഡെഡ് ബോഡിക്ക് പഴക്കമുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ശരിക്കും അഴുകിയ നിലയിൽ തന്നെയാണ് മൃതദേഹം ലഭിച്ചത്. ഇനി ഇത് സുഭദ്രയുടെ തന്നെ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി DNA ഉൾപ്പെടെ നടത്തി എടുത്ത് പരിശോധന നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന നടപടിയും പോസ്റ്റ്മോർട്ടം തന്നെയായിരിക്കും. എത്ര ദിവസം മുമ്പാണ് ഈ കൊലപാതകം നടന്നത്, അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുപാടുകളോ അല്ലെങ്കിൽ അക്രമം ഒക്കെ നേരിട്ടുണ്ടോ, എങ്ങനെയാണ് ഇവർ മരിച്ചത്, അക്കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരണം. ഇപ്പോഴും ഇവരെ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനി പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്പസമയത്തിന് തന്നെ പോലീസ് പോസ്റ്റ്മോർട്ടം നടക്കും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒരുപക്ഷെ എറണാകുളം ആലപ്പുഴ ഡിവൈസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി എത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. വേണം. ശരി, കലവൂർ കൊലപാതകത്തിൽ അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.